FPS എന്ന് കേട്ടിട്ടുണ്ടോ? പലർക്കും FPS എന്താണെന്ന് അറിയത്തില്ല. നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ റെസൊല്യൂഷനാണ് കൂടുതലും ശ്രദ്ധിക്കാറില്ലേ. പക്ഷേ FPS എന്ന് പറഞ്ഞൊരു സാധനം കൂടിയുണ്ട്. അത് അങ്ങനെ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. 24, 30, 60, 120 ഇങ്ങനൊരു സംഖ്യ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ റെസൊല്യൂഷൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ചെറിയൊരു അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ടായിരിക്കുമല്ലോ, ഈ 30, 60 എന്നൊക്കെ. അപ്പോൾ ആ സംഭവം തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്, FPS. നമ്മൾ ഈ FPS ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല എക്സലൻ്റ് ആയിട്ടുള്ള വീഡിയോസ് എടുക്കാൻ പറ്റും. അത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. പക്ഷേ അതെന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഏതൊക്കെ സിറ്റുവേഷൻസിൽ ഏതൊക്കെ FPSകളാണ് യൂസ് ചെയ്യേണ്ടതെന്നും കൂടെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഞാനിന്ന് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്കറിയാവുന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഞാൻ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ FPS ഏതൊക്കെ സിറ്റുവേഷൻസിൽ എത്തരത്തിലുള്ള വീഡിയോസ് എടുക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ വീഡിയോ ഇടാൻ കുറച്ചൊന്ന് ഡിലേ ആയി. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒന്ന് ഈ ചെറിയൊരു സ്റ്റുഡിയോ സെറ്റ് ചെയ്തെടുക്കാനും അതോടൊപ്പം തന്നെ സിനിമാറ്റിക് സ്റ്റോറീസ് എന്ന് പറഞ്ഞ ഒരു സീരീസ് നമ്മുടെ ചാനലിലുണ്ട്. അതിൻ്റെ നൈം സിനിമാറ്റിക് സ്റ്റോറീസ് എന്നുള്ളത് ഞാൻ മാറ്റി വൺ മാൻ ഷോ എന്നാക്കി. അതിൻ്റെ റീസൺ എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയ്ക്ക് എൻഡി പറയാം. നമ്മളൊരു ബോണസ് ടിപ്പ് ഈ വീഡിയോയ്ക്ക് അവസാനം പറയുന്നുണ്ട്. അവസാനം അല്ലെങ്കിൽ എവിടെയും പറയുന്നുണ്ട്, ഒരു ബോണസ് ടിപ്പ്. അതായത് നിങ്ങൾ ഈ FPS യൂസ് ചെയ്യുന്ന സമയത്ത് ഈ സെറ്റിങ്സും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടിൻ്റെ ഡബിൾ മടങ്ങ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കങ്ങ് തുടങ്ങിയാലോ. ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഐസ് ഓപ്പൺ. ഇറ്റ്സ് മീ അൻഷാദ് നിസാർ. ലെറ്റ്സ് ഇൻട്രോ. എന്താണ് FPS? നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്ക് ഞാൻ സിമ്പിളായിട്ട് പറയാം. അതായത് ഇപ്പം ഞാൻ 24 FPSൽ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തു. ആ വീഡിയോയുടെ 5 മിനിറ്റാണ് ആ വീഡിയോയുടെ ലെങ്ത് എന്ന് വയ്ക്കുക. അതിനകത്ത് ഞാൻ 1 സെക്കൻഡ് ക്ലിപ്പ് മാത്രം കട്ട് ചെയ്തെടുത്തു. ആ കട്ട് ചെയ്തെടുത്ത 1 സെക്കൻഡ് ക്ലിപ്പിനകത്ത് 24 ഫ്രെയിംസ് അല്ലെങ്കിൽ 24 ഇമേജുകളാണ് ഉണ്ടാവുക. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന വീഡിയോ ക്ലിപ്പിൽ 1 സെക്കൻഡിനുള്ളിൽ എത്ര ഫ്രെയിമുകൾ അടുക്കി വയ്ക്കണം അല്ലെങ്കിൽ ക്രോസ് ചെയ്ത് പോകണം എന്നുള്ളതാണ് ഈ FPSൻ്റെ ജോലി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ FPS എന്ന് പറയുന്നത്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കോമൺ ആയിട്ടുള്ള ചില FPSകളുണ്ട്. 24, 30, 60, 120 ഈ പറഞ്ഞ കോമൺ ആയിട്ടുള്ള FPS ആണ്. അപ്പോൾ ഇതിൽ ഓരോ FPSും എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യേണ്ടത്, ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യമായിട്ടുള്ളത് 24 FPS. ഈ 24 FPSന് ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന സിനിമകളാണ്. അതായത് നമ്മൾ കാണുന്ന ഓരോ സിനിമകളും 24 FPSലുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, നമുക്ക് കിട്ടുന്ന സിനിമയിൽ കിട്ടുന്ന ഒരു വിഷ്വൽ എക്സ്പീരിയൻസ്, അതിന് വേണ്ടി തന്നെയാണ് ഈ 24 FPS നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 1 സെക്കൻഡിനുള്ളിൽ 24 ഇമേജുകൾ അല്ലെങ്കിൽ ഫ്രെയിമുകളാണ് അടുങ്ങി പോകുന്നത്. ഈ 24 ഇമേജുകൾക്കും ഇടയ്ക്ക് നമ്മൾ ഈ വീഡിയോയ്ക്ക് ട്രാൻസിഷൻ കൊടുക്കുന്ന പോലെ ഓരോ ഇമേജിൻ്റെ ഇടയ്ക്ക് ഒരു ട്രാൻസിഷൻ ഉണ്ട്. ആ ഒരു ട്രാൻസിഷനെ സിനിമാറ്റിക് മോഷൻ എന്ന് പറയും. അത് നമുക്ക് വെറുതെ കിട്ടത്തില്ല. ആ കിട്ടുന്ന സാധനത്തിൻ്റെ സെറ്റിങ്സ് ആണ് ഞാൻ പറഞ്ഞത് ഈ വീഡിയോയ്ക്ക് ലാസ്റ്റ് ബോണസ് ടിപ്പായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ 24 FPS യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് സിനിമാറ്റിക് ടച്ചുള്ള വീഡിയോസ്, അതായത് നമ്മളെ ഭാഷയിൽ പറഞ്ഞ സിനിമാറ്റിക് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ 24 FPS ഷൂട്ട് ചെയ്യേണ്ടതും എഡിറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യേണ്ടതും. 30 FPS എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ ഒരു സംസാരം, അല്ലെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു ഇൻ്റർവ്യൂ കാണുന്നു അല്ലെങ്കിൽ ഇൻ്റർവ്യൂ എടുക്കുന്നു, അത്തരം സിറ്റുവേഷൻസിലാണ് ഈ പറഞ്ഞ 30 FPS യൂസ് ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മൾ സംസാരിക്കുന്ന ലിപ്പ് മൂവ്മെൻറ്റും അതുപോലെ തന്നെ ആ ഓഡിയോയുടെ സിങ്കിങ്ങും. ഈ 2 കാര്യവും നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ 30 FPS യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു പാട്ട് പാടുന്ന ലൈവ് വോയിസ് പാട്ട് റെക്കോർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലിപ് സിങ്കിൻ്റെ ക്ലോസ് ഷോട്ടൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ഈ 30 FPS ഇട്ട് എടുത്തില്ലെങ്കിൽ ഒരു സൈഡിൽ കൂടെ നമ്മളുടെ വീഡിയോയും പോകും, ഒരു സൈഡിൽ കൂടെ നമ്മൾ ഓഡിയോയും പോകും. ചെറിയൊരു സെക്കൻഡ് വ്യത്യാസത്തിൽ ഡിലേ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള ഫേസ് ടു ഫേസ് യൂട്യൂബ് വീഡിയോസ് ആയാലും ഇൻ്റർവ്യൂസ് ആയാലും അല്ലെങ്കിൽ ഇതുപോലത്തെ സിംഗിങ് വീഡിയോസൊക്കെ ലൈവ് വോയിസ് റെക്കോർഡ് ചെയ്യുവാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് 30 FPS. 60 FPS. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കോമൺ ആയിട്ട് ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ അപ്ലോഡ് ചെയ്യുന്നവരും സ്റ്റാറ്റസ് വീഡിയോസൊക്കെ ലൈറ്റ് മോഷൻ ക്രിയേറ്റ് ചെയ്യുന്നവരൊക്കെ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ളവരൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന ആ ഒരു FPS എന്ന് പറയുന്നതും 60 FPSലാണ്. നമ്മൾ എവിടെയാണ് ഈ 60 FPS യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് സ്ലോ മോഷൻ വീഡിയോസ് എടുക്കണം. അതായത് നമ്മളെ മൊബൈലിൽ മാക്സിമം ഉള്ള FPS സെറ്റിങ്സ് എന്ന് പറയുന്നത് 60 FPS ആണ്.
നമ്മളെ കയ്യിലുള്ള ബഡ്ജറ്റ് ക്യാമറ അല്ലെങ്കിൽ ബഡ്ജറ്റ് മൊബൈലൊക്കെ ആണെങ്കിൽ നമുക്ക് മാക്സിമം ഉള്ള ഒരു FPS എന്ന് പറയുന്നത് 60 FPS ആയിരിക്കും. അപ്പോൾ നമ്മൾ മൊബൈലിലെ ആ ഒരു 60 FPS നമ്മളൊരു വീഡിയോ എടുത്തിട്ട് അതിനെ സ്ലോ ചെയ്യുന്ന സമയത്ത് അതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് ഒരു സെക്കൻഡിനുള്ളിൽ എത്ര ഇമേജുകൾ എത്ര ഫ്രെയിമുകളാണോ നമുക്ക് വേണ്ടത് അതാണ് നമ്മൾ ആ ഒരു FPS കണക്കായിട്ട് അതിൽ ആഡ് ചെയ്യുന്നത്. ഇപ്പം ഒരു സെക്കൻഡിനുള്ളിൽ 60 ഇമേജ് 60 ഫ്രെയിംസ് ആയിരിക്കും ആ ഒരു 60 FPS എടുത്ത വീഡിയോയിൽ ഉണ്ടാവുക. നമുക്കിത് സ്ലോ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി പോസിബിലിറ്റീസ് ഉണ്ടാവും. അതായത് നമുക്ക് കുറേ കൂടി അങ്ങ് സ്ലോ ചെയ്ത് നല്ല സ്മൂത്ത് സ്ലോ മോഷൻ ആക്കാൻ പറ്റും. അതേ സ്ഥാനത്ത് നേരത്തെ പറഞ്ഞ 24-ലോ 30-ലോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇമേജുകൾ അല്ലെങ്കിൽ ഫ്രെയിമുകളുടെ എണ്ണം ഒരു സെക്കൻഡിനുള്ളിൽ കുറവായിരിക്കും. അപ്പോൾ നമ്മളത് നീക്കുന്നതിനനുസരിച്ച് ഓരോ ഫ്രെയിമുകൾക്കും ഇടയിൽ വരുന്ന ആ ഒരു ഗ്യാപ്പിൻ്റെ വലിപ്പം കൂടും. അപ്പോൾ നമ്മുടെ വീഡിയോ സ്റ്റക്കും ജെർക്കും ഇങ്ങനത്തെ ഒരു വല്ലാത്തൊരു രീതിയിലേക്ക് മാറും. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്ലോ മോഷൻ വീഡിയോ നിങ്ങളുടെ മൊബൈലിലുള്ള മാക്സിമം FPS എന്ന് പറഞ്ഞാൽ 60 FPS ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സ്ലോ മോഷൻ എടുക്കേണ്ട സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 60 FPS ഇട്ടിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുക, സ്ലോ ചെയ്യുക, എക്സ്പോർട്ട് ചെയ്യുക. 120 FPS ഒരു വ്യത്യാസവും ഇല്ല. 60 FPSും 120 FPSും ഇതിന് മുകളിലോട്ടുള്ള 240 ആയാലും അതിന് മേളിലോട്ടുള്ള FPSകളായാലും നമ്മളെ മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്ന് പറയുന്നത് സ്ലോ മോഷൻ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും നല്ല FPS ഏതാണോ അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല സ്ലോ മോഷൻ എടുക്കാൻ പറ്റിയ FPS എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ 60 ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ലോ മോഷൻ പെർഫെക്റ്റ് അല്ലെങ്കിൽ ഡീസൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു FPS ആണ് 60. അതല്ല നിങ്ങൾ 120 ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 120 ആണ് ഏറ്റവും ബെസ്റ്റ് സ്ലോ മോഷൻ എടുക്കാൻ. അപ്പോൾ ഇത് തമ്മിൽ വ്യത്യാസമില്ല. കാരണം നമ്മളുടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് സ്ലോ മോഷൻ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഈ FPSകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് വീഡിയോയിലകത്തുള്ള ആ ഒരു സെക്കൻഡിനുള്ള ഫ്രെയിമുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് നമുക്ക് എത്ര ലിമിറ്റ് ഇല്ലാതെ നമുക്കത് സ്ലോ ചെയ്യാം. അതിനനുസരിച്ച് നമുക്ക് നല്ല ഫ്ലോയിലുള്ള സ്ലോ മോഷൻസ് കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ പറഞ്ഞ FPSകൾ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ബോണസ് ടിപ്പ്. ആ ബോണസ് ടിപ്പ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നിങ്ങളിപ്പോൾ 24 FPSലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ആ ഇടയ്ക്കുള്ള ഒരു സിനിമാറ്റിക് മോഷൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഷട്ടർ സ്പീഡ് ഇതിൻ്റെ ഡബിൾ ആയിരിക്കണം. ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നത് പലർക്കും അറിയാം എന്ന് വിശ്വസിക്കുന്നു. കാരണം മൊബൈൽ ഫോട്ടോഗ്രാഫിക്ക് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും, ഷട്ടർ സ്പീഡ്, അപ്പച്ചർ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ ഈ ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നത് വീഡിയോസിലും മാനുവലായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ വീഡിയോ 24 FPSലാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഷട്ടർ സ്പീഡ് 48 ആയിരിക്കണം. 1/48 അല്ലെങ്കിൽ 50 ആയിരിക്കണം. അതാണ് അതിൻ്റെ ഒരു റൂൾ എന്ന് പറയുന്നത്. അങ്ങനെ ഷൂട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ആ സിനിമാറ്റിക് മോഷൻ നമ്മളുടെ വീഡിയോയിൽ ഉണ്ടാവുക. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ 60 FPSലാണ് നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നത് 1/120 ആയിരിക്കണം. അതാണ് അതിൻ്റെ ഒരു കണക്ക്. അതുപോലെ നിങ്ങൾ ഓരോ FPS കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഈ പറഞ്ഞ ഡബിൾ ആക്കുക, ഷട്ടർ സ്പീഡ് ഡബിൾ ആക്കുക. ഇപ്പോൾ ഒരു ചോദ്യം വരും, നമ്മളുടെ സ്റ്റോക്ക് ക്യാമറ ആപ്ലിക്കേഷനകത്ത് ഈ പറഞ്ഞ ഷട്ടർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇല്ലല്ലോ, എന്ത് ചെയ്യും? ഒരുപാട് തേർഡ് പാർട്ടി ക്യാമറ ആപ്ലിക്കേഷൻസ് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാം പെയ്ഡാണ്, നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് എടുക്കാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് 1-2 MB ഫയൽ സൈസേ ഉള്ളൂ. വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്യാമറ ആപ്ലിക്കേഷനാണ്, വളരെ സിമ്പിളായിട്ടുള്ള ക്യാമറ ആപ്ലിക്കേഷനാണ്. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ചെല്ലുക, സെർച്ച് ബാറിൽ ഓപ്പൺ ക്യാമറ എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ ഈ ഐക്കണുള്ള ഈ ഒരു ക്യാമറ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിനകത്ത് സെറ്റിങ്സ് ബട്ടൺ ഉണ്ട് കോർണറിൽ, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൽ വീഡിയോ സെറ്റിങ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും, അത് കൊടുക്കുക. അത് കൊടുക്കുമ്പോൾ ആദ്യം നിങ്ങൾക്ക് കാണുന്ന സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ റെസൊല്യൂഷനാണ്. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട റെസൊല്യൂഷൻ അവിടെ സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ അലൗഡ് ആയിട്ടുള്ള എല്ലാ FPSും അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിലേതാണോ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെ ആവശ്യം അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നേരെ നിങ്ങളുടെ ഹോം സ്ക്രീനിൽ വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഐക്കൺ കാണാൻ പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ISO സ്ലൈഡറും ഷട്ടർ സ്പീഡ് സ്ലൈഡറും കാണാൻ പറ്റും. ഇതിൽ ഷട്ടർ സ്പീഡ് ഇതാണ്. നിങ്ങൾക്ക് 1/, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡബിൾ ഇടുക. നിങ്ങളുടെ FPSൻ്റെ ഡബിൾ ഇട്ട് ഷൂട്ട് ചെയ്യുക. അപ്പോൾ ഇതും കൂടി നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എക്സലൻ്റ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം. ഈ FPS റെസൊല്യൂഷൻ ഇതൊക്കെ മാത്രമല്ല വീഡിയോയുടെ മെയിൻ ആയിട്ടുള്ള ഘടകങ്ങൾ. ഒരുപാട് കാര്യങ്ങൾ ഇനി മല പോലെ കിടപ്പുണ്ട്. നമ്മൾ ഈ ഒരു ചാനൽ ഫോട്ടോഗ്രാഫി, എഡിറ്റിംഗ്, മൊബൈൽ ഫിലിം മേക്കിംഗ് ചാനൽ കൂടി ആയതുകൊണ്ടാണ് ഈ ഒരു കാര്യം നമ്മളിവിടെ പറഞ്ഞത്. ഇത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് രീതിയിലാണ് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നത്. ഇതിപ്പോൾ നിങ്ങൾ വേറൊരിടത്ത് കേൾക്കുമ്പോൾ വേറൊരു ശൈലിയായിരിക്കും. ഞാൻ ഈ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാം. എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ഡൗട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ
കമൻ്റ് ആയിട്ട് ഇടുക. കാരണം ഇത് കുറച്ച് ടഫാണ്. കാരണം ഇതൊന്ന് മനസ്സിലാക്കാൻ എളുപ്പം തന്നെയാണ്, പക്ഷേ ചിലവർക്ക് അത് പെട്ടെന്നൊന്ന് ഇതായി വരണമെന്നില്ല. നമുക്ക് മെയിനായിട്ട് ഒരു ടെലഗ്രാം ചാനലുണ്ട്. അതിനകത്താണ് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ആയാലും എന്തിൻ്റെ ആയാലും അപ്ലോഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വീഡിയോയിൽ പറയുന്ന ഏതൊരു കാര്യവും അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിലൊക്കെ ജോയിൻ ചെയ്യാനുള്ള ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ഞാൻ ഇത്രയും പറഞ്ഞതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ലൈക്ക് നിങ്ങൾ തന്നാൽ മാത്രമേ നമുക്കിത് എത്ര പേർക്ക് യൂസ്ഫുൾ ആയെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ സിനിമാറ്റിക് സ്റ്റോറീസ് എന്ന പേര് മാറ്റിയതിൻ്റെ ഒരു ഉദ്ദേശം കൂടിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. സിനിമാറ്റിക് സ്റ്റോറീസ് എന്നുള്ള സീരീസിലെ വീഡിയോസ് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ട അല്ലെങ്കിൽ നമ്മൾ റീസെൻ്റ് ആയിട്ട് ഇട്ട ഒരു മൊബൈൽ ഫോട്ടോഗ്രാഫർ എന്ന് പറയുന്ന സിനിമാറ്റിക് സ്റ്റോറീസിലെ ഒരു വീഡിയോയുടെ ലിങ്കാണ്. അപ്പോൾ അത് കണ്ടു നോക്കുക. ഈ ഒരു സിനിമാറ്റിക് സ്റ്റോറീസ് എന്ന് പറയുന്ന ഈ ഒരു സീരീസിൻ്റെ പ്രത്യേകത എന്തെന്നാൽ നമ്മൾ ക്യാമറയ്ക്ക് മുന്നിലും ക്യാമറയ്ക്ക് പിന്നിലും ഒരാളായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നുന്നുണ്ടാവില്ലേ, ക്യാമറ പിടിക്കുന്നതും ഓടുന്നതും ഇതൊക്കെ എങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഒറ്റയ്ക്ക് ഞാൻ തന്നെ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു വീഡിയോയിനകത്ത് ക്യാമറയും എല്ലാം ഞാൻ തന്നെ എടുത്തത് നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ആ പേര് ഞാൻ ചേഞ്ച് ചെയ്തത്. പുതിയൊരു ഓഡിയൻസ് ആ ഒരു ടൈറ്റിൽ കാണുമ്പോൾ അവരത് സിനിമാറ്റിക് സ്റ്റോറി എന്ന് കേൾക്കുമ്പോൾ ഓക്കെ ഇതൊരു വീഡിയോ എന്തോ ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള സംഭവമാണ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തവർ കാണുന്നു. കണ്ടു കഴിയുമ്പോൾ അതിനകത്ത് ഒറ്റയ്ക്ക് ഒരാളുടെ പെർഫോമൻസ് ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. അറിയാലോ, ഒറ്റയ്ക്ക് ഒരാൾ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. അപ്പോൾ ഇവർ ചിന്തിക്കും ഇതെന്തുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ഒറ്റയ്ക്കാണോ, അത് അങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷൻ അവരുടെ ഉള്ളിലേക്ക് വരും. അപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് കയറി നമ്മളെ ഇതുപോലുള്ള പറഞ്ഞ് മനസ്സിലാക്കി കണ്ടവരായിരിക്കത്തില്ല, വല്ല സജഷനിലാറ്റം വന്ന് കണ്ടവരായിരിക്കും. അപ്പോൾ അവർക്കൊരു എന്താണ് ഏതാണെന്ന് അറിയാതെ ഒരു സ്കിപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഇവ എന്തായി കാണിക്കുന്നതെന്ന് ഓർക്കാനോ ഉള്ളൊരു മെൻറ്റാലിറ്റി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടൈറ്റിൽ കാണുമ്പോൾ തന്നെ ഇത് ഒറ്റയ്ക്ക് എന്ത് ചെയ്യുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടി ആൾക്കാർ കയറും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ വൺ മാൻ ഷോ എന്നുള്ളത് പേരിലേക്ക് മാറ്റിയത്. ആ പേര് കാണുമ്പോൾ തന്നെ അവർക്കറിയാം ഇത് ഒറ്റയ്ക്ക് എന്തോ ആരോ ചെയ്തതാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാവും. അപ്പോൾ മെയിൻ ഉദ്ദേശം ഇത് തന്നെയാണ്. നമ്മൾ ഈ സീരീസിൻ്റെ പേര് മാത്രമേ മാറ്റിയിട്ടുള്ളൂ, അതിൻ്റെ കണ്ടൻറ്റ് സെയിം തന്നെയാണ്. അതായത് ഞാൻ കാണുന്ന ലോജിക്കില്ലാത്ത ചില സ്റ്റോറികളെ നമ്മളതൊരു ഷോർട്ട് സ്റ്റോറി ആയിട്ട് എഴുതി സ്ക്രിപ്റ്റ് ആക്കിയിട്ട് അതിനെ ഷൂട്ട് ചെയ്ത് കാണിക്കുന്ന ഒരു സീരീസാണ് നമ്മളുടെ സിനിമാറ്റിക് സ്റ്റോറീസ്. അതറിയാലോ. അപ്പോൾ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ നിങ്ങൾ കാണുന്നതിന് മുമ്പ് ഞാൻ ഈ പറഞ്ഞതുപോലെ ഇതിലെന്തോ ഒരു ഷോർട്ട് ഫിലിമോ എന്തോ ആണ് എന്നുള്ള ആ ഒരു മൈൻഡ് വിട്ടിട്ട് ഇതൊരു ഒറ്റയ്ക്ക് ഒരാൾ കാണിക്കുന്ന ആ ഒരു ഇതിൽ നിങ്ങൾ കാണുക. ഓക്കെ, അപ്പോൾ ഒറ്റയ്ക്ക് ഒരാൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും അല്ലേ. നമ്മൾ ചെയ്യുന്നത് കൂടുതലായിട്ടും മിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൊറബിൾ ആയിട്ടുള്ള കാര്യങ്ങളും കോൺസെപ്റ്റുകളുമാണ്. കാരണം എനിക്ക് ഫേവറേറ്റ് അതാണ്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ഇട്ടുതരാം, അൻഷു എന്ന് കമൻറ്റ് ഇട്ടുതരാം. അപ്പോൾ എനിക്ക് അറിയാൻ പറ്റും നിങ്ങൾ ഈ വീഡിയോ ഇതുവരെ കണ്ടിട്ടുള്ളവരാണെന്ന്. അപ്പോൾ എൻ്റെ കട്ട സപ്പോർട്ടേഴ്സാണ് നിങ്ങൾ. അപ്പോൾ നമുക്ക് 1K ലോഡിംഗ് ആണ്. നിങ്ങൾ മനസ്സ് വെച്ചാൽ ഇതിപ്പോൾ തന്നെ ആയേക്കാം. അപ്പോൾ മാക്സിമം ഷെയറൊക്കെ ചെയ്യുക. ഞാൻ പറഞ്ഞിരുന്ന ഈ ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫോട്ടോഗ്രാഫി, എഡിറ്റിംഗ്, ഫിലിം മേക്കിംഗ് ഇത്തരം കണ്ടൻറ്റുകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇതിനേക്കാൾ അടിപൊളിയായിട്ടുള്ള ഇടിവെട്ടായിട്ടുള്ള വീഡിയോസുമായി നമ്മൾ നെക്സ്റ്റ് വീഡിയോ കാണാം എന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ അൻഷാദ് എൻ നിസാർ.